ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു അടിപൊളി കറിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത്. ഒറോട്ടിക്കും നൈസ് പത്രിക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടമാവും. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. അതിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക്, ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ നേരെ പകുതി എടുത്താൽ മതി. സവാള ഒരുപാട് കൂടിപ്പോകണ്ട. ഇനി വെണ്ടക്ക ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നേരെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തേങ്ങാപ്പാൽ. അപ്പോൾ 1.5 കപ്പ് രണ്ടാം പാലും 1 കപ്പ് ഒന്നാം പാലുമാണ് എടുത്തിട്ടുള്ളത്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കുക. ചിലർ വിചാരിക്കുന്നുണ്ടാവും വെണ്ടക്ക കൊണ്ട് കറി ഉണ്ടാക്കിയാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവുമോ, ഇങ്ങനൊരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒറോട്ടിക്കും നൈസ് പത്രിക്കെല്ലാം മേച്ചാവും എന്നെല്ലാം വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അടിപൊളിയാണ്. ഒറോട്ടിക്കും നൈസ് പത്രിക്കലും ഇതിനേക്കാൾ വലിയൊരു കോമ്പിനേഷൻ ഉണ്ടാവില്ല. അത്ര ടേസ്റ്റാണ്. ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇനി ഈ വെളിച്ചെണ്ണയിൽ വെണ്ടക്ക കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒരു വഴുപ്പ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. കുറച്ച് സമയം ഒന്ന് അടിച്ച് വെക്കാം. ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരണം. ഇപ്പോൾ ഇതിൻ്റെ വഴുവഴുപ്പെല്ലാം ഒന്ന് മാറി കിട്ടിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ അത് ഒന്ന് റെഡിയായി കിട്ടും. ഇനി ഈ സെയിം പാനിനെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ വെണ്ടക്ക വഴറ്റിയെടുക്കുമ്പോൾ അതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് അടിച്ച് വെക്കാം. ഇപ്പോൾ സവാള കുറച്ച് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങൻ്റെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കറി ഒന്ന് തിളക്കുന്നത് വരെ അടച്ചു വെക്കുക. അപ്പം ഈ വെണ്ടക്ക ഫുള്ളായിട്ട് കുക്കായില്ല, നേരത്തെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതാണ്. അപ്പോൾ ഇനി ഈ രണ്ടാം പാലിൽ നന്നായിട്ട് വെണ്ടക്ക ഒന്ന് കുക്കായിട്ട് വരും. അപ്പോൾ ഇതാ വെണ്ടക്ക നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങൻ്റെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക. വെണ്ടക്ക മുഴുവനായിട്ടും കുക്കായതിന് ശേഷമാണ് കേട്ടോ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ടൈമിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ചെറിയൊരു തിള വരുമ്പം തന്നെ കറി ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. ഈ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് കറി ചൂടാക്കി കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറിൻ്റെ ടെക്സ്ചറേ മാറിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓഫാക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. കണ്ണൂർ സൈഡിലുള്ള ആ ഒരു ഒറോട്ടിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഒറോട്ടിയാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. ഒറോട്ടിക്ക് മാത്രമല്ല നൈസ് പത്തിരിക്കും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കറി. തേങ്ങാപ്പാൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. വെണ്ടയ്ക്ക ഇഷ്ടമില്ലാത്ത ആൾ വരെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിച്ചു പോകും. ചെറിയ കുട്ടികൾക്കെല്ലാം പ്രത്യേകിച്ചും ഇഷ്ടപ്പെടും കേട്ടോ ഈ ഒരു കറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സ് എല്ലായിട്ടും വീണ്ടും വരാം. അതുവരേക്കും ബൈ.